ഡാനിഷ് ഡോക്ടറിന്റെയും റൈസ ഡോക്ടറിന്റെയും റൂമാണ്. റൈസ ഡോക്ടറിന്റെ സംസാരം കേൾക്കുന്നില്ല. ഹലോ, സംസാരിക്കാൻ ഞങ്ങൾ ഗ്യാപ്പ് വരുന്നില്ല. ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. എനിക്ക് അടുത്ത ആഴ്ച ആവുകയാണ്. അപ്പം അഡ്വാൻസ്ഡ് ആനിവേഴ്സറി അപ്പൊ അന്ന് തൊട്ട് ഉള്ളതാണ് ഈ കട്ടില്. അതുപോലെ മറ്റേ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതും ഫാദറിന്റെ ഡിസൈൻ. അത് തുണി വെക്കാനായിട്ടുള്ള എല്ലാ റൂമിലും ഉണ്ട്. കറക്റ്റ് ആയിട്ട് സുഖമായിട്ട് ഹാങ് ചെയ്തിടാം അല്ലേ? നമ്മൾ മറ്റേത് യൂഷ്വലി ഈ ഒരു ഇങ്ങനത്തെ ഒരു ബാറിൽ ഉള്ളതല്ലേ? ഇല്ലാത്തതുകൊണ്ട് ഈ വ്യൂ ആണ്. അവർക്ക് രണ്ടുപേർക്കും മറ്റേ വ്യൂ കിട്ടിയാ വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ അല്ലേ? നമ്മള് നേരത്തെ പറഞ്ഞ സംഭവം ഭയങ്കര രക്ഷയില്ലാത്ത ഒരു സംഭവമാണ് ഈ സ്കൈ വ്യൂ. അത് പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ മഴ പെയ്യും കൂടെ ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ മഴയുള്ള ടൈം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. പുറത്തും നല്ല രസമാണ് ഇപ്പൊ കാണാൻ. അയ്യോ, അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒരു നമ്മള് വീട്ടിൽ നിന്ന് മുകളിൽ മഴ പെയ്യുന്ന കാണാൻ പറ്റുന്നുള്ളത് കാറിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീല്. അപ്പൊ നമുക്ക് അടുത്ത റൂംസ്, എനിക്ക് തോന്നുന്നു ബ്രദേഴ്സിന്റെ റൂംസ് ആണ് തോന്നുന്നത് അല്ലേ? ഓക്കെ, 2 റൂമുണ്ട്. ഏത് റൂമിൽ കയറണം ആദ്യം? ഇത് ആരുടെ? ഏത് ബ്രദറിന്റെ? ഇത് ബാസിൽ. ഹായ്. ഇതെന്താ ഒരു തലയാണ്? ബാക്കി എല്ലായിടത്തും മൊത്തം തലയാണല്ലോ. അല്ല, ആക്ച്വലി ഒരു തലയാണ് അപ്പുറത്തുണ്ട്. പക്ഷെ അതല്ല, പുള്ളി എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരാളല്ലേ ഉള്ളോ, ഒരു തലണ മതി. 2 ആകുമ്പോ 2 തലണ വരും. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇല്ല. ഞാൻ അതിന്റെ ടോട്ടലി നിഷേധിക്കുന്നു എന്നൊക്കെ. ഓക്കെ, പക്ഷെ ഒരു സെക്കൻഡ്, സോറി, പെട്ടെന്ന് എനിക്ക് വന്ന് കേറി ഇങ്ങോട്ട് നോക്കിയതും എന്റെ മൊത്തത്തിലുള്ള മൈൻഡ് ബ്ലോൺ എന്നൊക്കെ പറയില്ലേ, ഇത് ഇവിടെ നിന്ന് വീണ്ടും അടുത്ത വ്യൂ ആണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് ആ കോറിയുടെ കറക്റ്റ് വ്യൂ കിട്ടും അല്ലേ? നല്ല വ്യൂ ആണ്. പിന്നെ ഇത് തുറന്നിടാൻ ബാൽക്കണി ആയിരുന്നു ആക്ച്വലി. നമ്മൾ ബാൽക്കണി, ഞാൻ യു എയിലുള്ളത്, എനിക്ക് വലിയ ബാൽക്കണിയാണ്. അപ്പൊ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യില്ല. പിന്നെ പൊടി വരും, പിന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മള് ബാൽക്കണി, ഇവിടെ ഒരു ബാൽക്കണി ആയിരുന്നു ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് റൂം ആക്കിയിട്ട് ഈ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുത്ത് ഗ്രില്ലും കൂടെ കൊടുത്ത് ചെയ്തേക്കുവാണ്. ആക്ച്വലി ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ എപ്പോഴും നോക്കുമല്ലോ. വലിയ റൂമാണ്. റൂം തന്നെ ഇപ്പൊ വലിയ റൂമായി. പിന്നെ രണ്ടാമത് നമുക്കിപ്പം എൻജോയ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ എൻജോയ് ചെയ്യാം. ഓപ്പൺ ആണ്, നമുക്ക് അതേ വ്യൂ കിട്ടും. നോക്കിയേ, ശരിക്കും നമ്മളിപ്പോ കേരളം അല്ലായിരുന്നെങ്കിൽ ഈ ഗ്രില്ലിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. നല്ല തണുപ്പുണ്ട് ഇവിടെ. അതാണ് പറഞ്ഞ മറ്റേ കായല് കാണാൻ പറ്റും. ബാക്കിൽ കടലുണ്ട്. ഇപ്പൊ മഴ പെയ്യുന്നത് കാണാൻ. മഴ പെയ്യുമ്പോഴും പിന്നെ അതുപോലെ ഈ ഡിസംബർ സമയത്ത് ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. ഞാൻ എപ്പോ അവധിക്ക് വന്നാലും നമ്മൾ പൊന്മുടി, മൂന്നാർ അവിടെ പോയി സ്റ്റേ ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് തേക്കടി പോയിരുന്നു. അപ്പം ഇനിയിപ്പം കുറച്ച് ദിവസം ഇവിടെ ഭയങ്കര വിഷമത്തോടെയാണ് പോകുന്നത്. ഇന്ന് മതിയായിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ, എൻഗേജ്മെന്റ് ഒക്കെ ആയി എന്ന് പറഞ്ഞു. നമ്മുടെ അടുത്ത ഡോക്ടർ വീണ്ടും ഫാമിലിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ നമ്മുടെ ഫിയാൻസിന്റെ പേരെന്തായിരുന്നു? ജെനിക. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണോ? ഈ നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് മറ്റേ ബ്രദറും അത്യാവശ്യം സംസാരിക്കുന്ന ആളായിട്ട് തോന്നി. ഈ കൂട്ടത്തിൽ ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ആളാണ്.